ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് പാർട്ട് 3. അങ്ങനെ 10.5 ഫ്രാങ്കിൻ്റെ 15 മിനിറ്റ് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോമാറ്റിക് മെഷീനിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഷട്ടിൽ ട്രിപ്പ് എടുത്തിട്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് ഷോറിലേക്ക് പോയി. അവിടെ നിന്നാണ് 15 മിനിറ്റ്സ് റൗണ്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ബോട്ടിൽ കയറിയിരുന്നു. ഈ പുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത്, വണ്ടിയല്ല ബോട്ട് ഓടിക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇളകി മറിഞ്ഞൊക്കെ പോകുന്ന പോലെ തോന്നും, പക്ഷേ ഉള്ളിലിരിക്കുമ്പോൾ നല്ല സേഫ് ആൻഡ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വണ്ടി എടുത്തു, ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടായിട്ട് പോകുന്നത്. 30 മിനിറ്റിൻ്റെ റൗണ്ട് ട്രിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കുള്ളൊരു കല്ലിൻ്റെ മേളിൽ കയറി നിന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വ്യൂ ഒക്കെ കാണാം. ഇത് നമ്മൾ നേരത്തെ പോയി നിന്ന് വ്യൂയിങ് ഡെക്കാണ്. നമ്മളിത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തെത്തി. ഏറ്റവും അടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ അവർ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ നമ്മുടെ ബോട്ട് തന്നെ പുറകോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് അതിൻ്റെ. നമ്മുടെ മേത്തേക്കൊക്കെ നല്ല ഇങ്ങനെ മിസ്റ്റ് പോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മൾ ഒഴുകി പുറകോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ കാണുന്ന ഡെക്കിലാണ് 30 മിനിറ്റ്സ് റൗണ്ട് ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ കയറി നിന്നിട്ടാണ് മേളിലേക്ക് പോകാൻ പറ്റുന്നത്. ഞങ്ങൾ 30 മിനിറ്റ്സ് എടുത്തില്ല, 15 മിനിറ്റ്സ് എടുത്തുള്ളൂ. അതുകൊണ്ട് ആ ഓപ്ഷൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. റൈൻ ഫാൾസ് ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡ് യാത്രയിൽ ആദ്യത്തെ ദിവസത്തെ ഐറ്റിനറി ആയിരുന്നു. നാളെ ഞങ്ങൾ സ്യൂറിഷിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്യൂറിഷ് ലേക്കിൻ്റെയും ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ ഒക്കെ വിശേഷങ്ങളായിട്ട് ഞാൻ സ്യൂറിഷിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.